+2 പ്രാക്ടിക്കലിലെ ഫിസിക്സിലെ സിമ്പിൾ പെൻഡുലമാണ് നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത്. നമ്മൾ സിമ്പിൾ പെൻഡുലം പ്രാക്ടിക്കൽ ചെയ്തതിന് ശേഷം എക്സാം ആൻസർ ഷീറ്റിൽ അതെങ്ങനെ റെക്കോർഡ് ചെയ്ത് വെക്കാം, ഏതൊക്കെ കാര്യങ്ങൾ എഴുതിയാൽ മതി, എന്തൊക്കെയാണ് നമ്മൾ ഒഴിവാക്കേണ്ടത്, നമ്മൾ പറഞ്ഞ അപ്പാരക്ടസ്, പ്രൊസീജിയേഴ്സ്, അതുപോലെ തന്നെ തിയറി, ഇതിൽ എന്തൊക്കെയാണ് നമ്മൾ എഴുതേണ്ടത് നോക്കാം. ഓക്കെ, അതിൽ നമ്മൾ ആദ്യം തന്നെ എയിമായിട്ട് നമ്മുടെ ക്വസ്റ്റ്യൻ എഴുതണം. ഇതെല്ലാവരും അറിയേണ്ട കാര്യമാണ്. എയിമായിട്ട് നമ്മുടെ ക്വസ്റ്റ്യൻ എന്താണോ പറഞ്ഞിരിക്കുന്നത് അതാണ് നമ്മുടെ എയിമായിട്ട് എഴുതേണ്ടത്. അതിനുശേഷം തിയറി. സിമ്പിൾ പെൻഡുലം യൂസ് ചെയ്തിട്ട് ക്വസ്റ്റ്യൻ നമുക്ക് പല രീതിയിൽ വരാം. ഒന്നെന്താ, നമുക്ക് കണ്ടെത്തേണ്ട ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി 9.8 ആണ് നമ്മുടെ ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി, നമുക്കറിയാം. ആ ഒരു ഇതിലേക്ക് എത്തുന്ന അതിനോട് നിയർ ആയിട്ടുള്ള വാല്യൂകളായിരിക്കും നമുക്ക് കിട്ടുക. ആ ഒരു രീതിക്കാണ് നമുക്ക് കണ്ടെത്തേണ്ടത്. അത് നമുക്ക് ഗ്രാഫ് വെച്ചിട്ട് മെത്തേഡ് ഉണ്ട്, കാൽക്കുലേഷൻ നമ്മൾ ടേബിൾ വെച്ചിട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമുക്കിവിടെ ഇപ്പോൾ ടേബിൾ വെച്ചിട്ട് ചെയ്യാം. ഗ്രാഫ് ആണെങ്കിലും ഒന്നുമില്ല, നമുക്ക് LT ഗ്രാഫാണ്, LT സ്ക്വയർ ഗ്രാഫാണ് ചെയ്യേണ്ടത്. അതെങ്ങനെയാണെന്ന് ജസ്റ്റ് ഒന്ന് പറഞ്ഞുതരാം. അപ്പോൾ തിയറിയിൽ നമ്മൾ ഇങ്ങനെ എഴുതാം. എന്താ നമുക്ക് കണ്ടെത്തേണ്ടത്, എന്താ, ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി. ഓക്കെ, ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി. ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി G കാണാൻ നമുക്ക് ഇക്വേഷനാണ് 4π² L/t². പഠിച്ചു വെക്കേണ്ടതാണ്. ഇത് വെച്ചിട്ടാണ് നമുക്ക് ചെയ്യേണ്ടത്. ഇതിൽ നമ്മൾ L എന്താണെന്ന് എഴുതണം. L എന്ന് പറയുന്നത് ലെങ്ത് ഓഫ് പെൻഡുലവും T എന്ന് പറയുന്നത് പീരീഡ് ഓഫ് പെൻഡുലമാണ്. എന്താണ് ലെങ്ത് ഓഫ് പെൻഡുലം, ലെങ്ത്തും ഇത് T എന്ന് പറഞ്ഞാൽ ടൈം പീരീഡ്. ഓക്കെ, ടൈം പീരീഡ്. ഇത് നമ്മൾ ഇതേപോലെ എഴുതി വയ്ക്കാം. ഇതിന് ശേഷം നമുക്കിവിടെ നമ്മുടെ ആ ഒരു പിക്ചർ വരയ്ക്കുന്നത്, നമ്മുടെ ആ ഒരു സിമ്പിൾ പെൻഡുലത്തിൻ്റെ പിക്ചർ വരയ്ക്കുന്നത് അതൊരു നന്നായിരിക്കും എന്ന് തോന്നുന്നു. ആ പിക്ചറും കൂടി വരച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ റെക്കോർഡ്, നമ്മുടെ ആൻസർ ഷീറ്റ് നമുക്ക് പക്കായിരിക്കും. അപ്പോൾ നമുക്ക് എല്ലാ ഫുൾ മാർക്കിൽ നിന്ന് നമുക്ക് മാർക്ക് കുറയാനുള്ള ഒരു സാധ്യത ഉണ്ടാവില്ല. അപ്പോൾ നമുക്ക് പിക്ചർ കൂടി വരയ്ക്കാം. ഓക്കെ, അപ്പോൾ നമ്മൾ പിക്ചറും കൂടി വരച്ച് നല്ല പെർഫെക്റ്റ് ആക്കിയിട്ടുണ്ട്. അപ്പോൾ ഇതിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ലെങ്ത് ഓഫ് പെൻഡുലം എടുക്കുന്നത് എപ്പോഴും, ലെങ്ത് എന്ന് പറയുന്നത് ഇതാ ഈ ഒരു ബോബ്, ഇതാണ് ബോബ്, നമ്മൾ ഈ കെട്ടി തൂക്കിയ ബോബിൻ്റെ സെൻറ്ററിൽ നിന്നാണ് ലെങ്ത് എന്ന് പറയുന്നത്. ഓക്കെ, ലെങ്ത് എന്ന് പറയുന്നത് ഇതാ ഈ സസ്പെൻഡ് ചെയ്ത ഇവിടെ മുതൽ ഈ ബോബിൻ്റെ സെൻറ്റർ വരെയാണ്. ഓക്കെ, ഇവിടെ വരെയല്ല, ബോബ് കംപ്ലീറ്റ് ഇല്ല, സെൻറ്റർ വരെയാണ്. ഓക്കെ, അപ്പോൾ ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, നമ്മളോട് പറയും ലെങ്ത് ഓഫ് പെൻഡുലം ഇപ്പോൾ ഒരു 60, 70, 80, 90 അങ്ങനെയൊക്കെ എടുക്കുക. 60 എടുക്കുക, പിന്നെ 70 എടുത്തിട്ട് ചെയ്യാൻ പറയും. അപ്പോൾ അങ്ങനെ വരുന്ന കേസിൽ അതിനോട് കൂടെ നമുക്ക് തരുന്നൊരു കാര്യമാണ് റേഡിയസ് ഓഫ് ബോബ്. ഈ റേഡിയസ് ഓഫ് ബോബ് എന്തിനാണ് തരുന്നത്? റേഡിയസ് ഓഫ് ബോബ് തരുന്നത് എന്തിനാന്ന് വിചാരിച്ചാൽ, ലെങ്ത് ഓഫ് പെൻഡുലം നമ്മൾ അളക്കുമ്പോൾ ഇവിടെ മുതൽ സെൻറ്റർ വരെ അളക്കണം. അപ്പോൾ ബോബിൻ്റെ സെൻറ്റർ നമ്മൾക്ക് കാണുമ്പോൾ കൃത്യമായി കിട്ടില്ല. അപ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടത് വെച്ച് കഴിഞ്ഞാൽ, ഈ ഒരു റേഡിയസ് തന്നിട്ടുണ്ടാവും. ഈ റേഡിയസ് നമ്മൾ എടുക്കേണ്ട ലെങ്ത്ത് നിന്ന് അങ്ങ് മൈനസ് ചെയ്യാം. 60 എടുക്കേണ്ടത് എന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഈ പറഞ്ഞ റേഡിയസ് ഇതിന്ന് മൈനസ് ചെയ്യുമ്പോൾ ഇവിടെ വരെയുള്ള ലെങ്ത്ത് നമുക്ക് കിട്ടും. അപ്പോൾ ഇവിടെ മുതൽ ഇവിടെ വരെയുള്ള ലെങ്ത്ത് നമ്മൾ എടുത്താൽ മതി, ബോബ് എടുക്കേ വേണ്ട. അതായത് ആദ്യം നമ്മൾ 6 മൈനസ് ചെയ്തു, അതുകൊണ്ട് ബോബ് പിന്നെ കൺസിഡർ ചെയ്യേണ്ട. ഓക്കെ, നമ്മൾ എക്സാമ്പിളായിട്ട് പറയാം. നമ്മളിവിടെ റേഡിയസ് ഓഫ് ബോബ് 0.9 സെൻറ്റിമീറ്റർ എന്ന് എടുത്തിട്ടുണ്ട്. അപ്പോൾ ട്രയൽ നമ്പറിൽ 1 കൊടുത്തു. അപ്പോൾ നമുക്ക് എടുക്കേണ്ടത്, നമുക്കിത് ക്വസ്റ്റ്യനിൽ തരും ഏതൊക്കെ ലെങ്ത്തിലാണ് നമുക്ക് ചെയ്യേണ്ടത്. അപ്പോൾ 60ലാണ് ചെയ്യേണ്ടത് എന്നെങ്കിൽ നമ്മൾ 60 മൈനസ് 0.9 ചെയ്യുമ്പോൾ 59.1 എടുത്താൽ മതി. ഇവിടെ മുതലുള്ള ലെങ്ത്ത് സ്കെയിൽ വെച്ചിട്ട് അളക്കേണ്ടത് 59.1 ആണ്. ഓക്കെ, നമ്മളിത് മൈനസ് ചെയ്തു. ഇനി 70 ആണെങ്കിൽ നമ്മൾ 69.1ഉം 80 ആണെങ്കിൽ 79.1ഉമാണ്. ഇത് നമുക്ക് തന്ന റേഡിയസ് നിന്ന് മൈനസ് ചെയ്തിട്ട് നമ്മൾ എഴുതി വെക്കേണ്ട കാര്യമാണ് ലെങ്ത് ഓഫ് പെൻഡുലം ചെയ്യേണ്ടത്. ഓക്കെ, അതിനുശേഷം നമ്മളെ അടുത്ത ടേബിൾ ഈ പറഞ്ഞ ഇതേപോലെ എഴുതുക. പിന്നെ ടൈം പീരീഡ് ഫോർ 20 ഓക്സിലേഷൻ, ടൈം പീരീഡ് ഫോർ 20 ഓക്സിലേഷൻ നമ്മൾ T എന്ന് വിളിച്ചു. 2 തവണയായിട്ട് നമ്മളത് ചെയ്യണം. ഒന്നാമത്തെ തവണ 60 ലെങ്ത്തിലിട്ട് ചെയ്യുക. നമ്മൾ 20 ഓക്സിലേഷൻ എടുത്ത ടൈം സെക്കൻഡിലാണ് പറയുന്നത്, ഇത് എത്രയാണ് നോക്കുക. വീണ്ടും അത് ചെയ്യാം, അതിൻ്റെ മീന് കാണാം.
രണ്ടാമത് നമ്മൾ 70 ലെങ്ത് എടുത്തിട്ട് നമ്മുടെ 20 ഓക്സിലേഷന് വേണ്ട ടൈം കാണാം. രണ്ടാമത് ഒരു വട്ടം കൂടി ചെയ്യുക, അതിൻ്റെ മീൻ കാണാം. അങ്ങനെ നമ്മളൊരു 5 ടൈംസ് ഈ കാര്യം റിപ്പീറ്റ് ചെയ്യുക, മീൻ കാണാം. അതിനുശേഷം പീരീഡ് ടി എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ 20 ഓസിലേഷന് വേണ്ടിയിട്ടുള്ള ടൈമാണ് കണ്ടിട്ടുള്ളത്. നമുക്ക് കാണേണ്ട പീരീഡ് എന്ന് പറഞ്ഞാൽ 1 അതായത് 1 സെക്കൻഡിലുള്ള ഇതാണ് കാണേണ്ടത്. അപ്പോൾ നമ്മൾ 20 കൊണ്ട് ഡിവൈഡ് ചെയ്യണം. അതായത് 20 കൊണ്ട് ഇതിനെ ഡിവൈഡ് ചെയ്ത് എഴുതുമ്പോൾ നമുക്ക് കിട്ടും 32നെ, അതായത് മീനിനെ ഒക്കെ 20 കൊണ്ട് ഡിവൈഡ് ചെയ്ത് എഴുതുമ്പോൾ 1.6 ഇത് കിട്ടും. അതിനുശേഷം നമ്മൾ കാണേണ്ടത് ടി സ്ക്വയറാണ്. അപ്പോൾ ഇതിൻ്റെ സ്ക്വയറാണ് ഇവിടെ കിടക്കുന്നത്, ഇതിൻ്റെ സ്ക്വയറാണ് ഇത്. ഓക്കെ, പിന്നെ L/T². ഈ L ഏതാടാ? ലെങ്ത് ഓഫ് പെൻഡുലം. ഈ 16 ആണ് എടുക്കേണ്ടത്. ഇത് ബൈ T² ചെയ്യാം, അപ്പോൾ നമുക്ക് ആ വാല്യൂ കിട്ടും. ഓക്കെ, അതിനുശേഷം നമ്മൾ ചെയ്യേണ്ടത് എല്ലാ എക്സ്പെരിമെൻറ്റിലും നമ്മൾ പിന്നെ എന്താ ചെയ്യുക, ടേബിൾ വരച്ച് നമ്മൾ കാൽക്കുലേഷനൊക്കെ കണ്ടെത്തി കഴിഞ്ഞാൽ നമ്മൾ മീനാണ് കണ്ടത്. ഇവിടെ നമ്മൾ കാണേണ്ട മീൻ എന്താടാ? L/T² മീനാണ്. L/T² മീനാണ് നമ്മൾ കാണേണ്ടത്. അതിപ്പോൾ ഒരു സപ്പോസ് നമ്മൾക്ക് കിട്ടുന്ന വാല്യൂ എന്ന് പറയുന്നത് ഒരു 23ക്കും ഒരു 27, 28 ഇടയിലുള്ള വാല്യൂസ് ആയിരിക്കും നമുക്ക് കിട്ടുക. ഓക്കെ, ഇത് കിട്ടിയാലാണ് നമുക്ക് ആ ഒരു 9.8 അല്ലെങ്കിൽ 9.45 ആ ഒരു റേഞ്ചിൽ നമുക്ക് വാല്യൂ കിട്ടുള്ളൂ. അപ്പോൾ നമുക്ക് എന്തോ ഒരു ഇപ്പോൾ ഒരു എക്സാമ്പിളായിട്ട് നമുക്കൊരു 23.82 എഴുതുമ്പോൾ ശ്രദ്ധിക്കണം, സെൻറ്റിമീറ്റർ സെക്കൻഡ് സ്ക്വയറിലാണ്, സെൻറ്റിമീറ്റർ/സെക്കൻഡ് സ്ക്വയറിലാണ് നമുക്ക് കിട്ടുക. ഇതിനെ നമ്മൾ മീറ്ററിലേക്ക് മാറ്റേണ്ടത്, കാരണം നമ്മൾ L/T² ചെയ്തത് സെൻറ്റിമീറ്റർ/സെക്കൻഡ് സ്ക്വയറിലാണ്. ഓക്കെ, ഇതിനെ മീറ്ററിലേക്ക് മാറ്റുമ്പോൾ ഇൻറ്റു 10⁻⁻² അല്ലെങ്കിൽ 2 പോയിൻറ്റ് മാറ്റിയിടുക. അപ്പോൾ 0.2382 മീറ്റർ/സെക്കൻഡ് സ്ക്വയർ. ഓക്കെ, മീറ്റർ/സെക്കൻഡ് സ്ക്വയർ ഇങ്ങനെ വരും. ഓക്കെ, അല്ലെങ്കിൽ ഇവിടെ ഇൻറ്റു 10⁻² എന്ന് എഴുതി വെച്ചാൽ മതി. അപ്പോൾ ഇത് കിട്ടി. ഇതെന്താ? L/T². വീണ്ടും നമുക്ക് കണ്ടെത്തേണ്ടത് ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി. എന്താണ് ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി? ഇത് എഴുതി G = നമുക്കറിയാം, ഇക്വേഷൻ ഒന്നും കൂടി എടുത്ത് എഴുതുക, 4π² L/T² ആണ് = 4 ഇൻറ്റു എന്താടാ π² എന്ന് പറഞ്ഞാൽ 3.14ൻ്റെ സ്ക്വയർ ഇൻറ്റു 0.2382. ഓക്കെ, ഇത് ചെയ്യുമ്പോൾ നമുക്ക് ഏകദേശം 9.51 നമുക്ക് ആൻസർ കിട്ടും. 9.51 എന്ന് ആൻസർ കിട്ടും. നമ്മൾ വീണ്ടും എന്താണ് റിസൾട്ട് എന്ന് പറഞ്ഞിട്ട് ഇതെടുത്ത് ഇവിടെ എഴുതണം. അതായത് ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി എന്ന് പറയുന്നത് 9.51 ആണ്. ഓക്കെ, അത് നമുക്ക് ചെയ്ത് കിട്ടുക, നമുക്ക് കാൽക്കുലേഷനിലൂടെ കിട്ടിയ ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റിയാണ്. ഒറിജിനൽ എന്താ നമുക്കറിയാം, 9.8 ആണ്. ഓക്കെ, ഇനി നമുക്ക് ഗ്രാഫ് പ്ലോട്ട് ചെയ്യാനാണ് ഉണ്ടായിരുന്നതെങ്കിൽ നമ്മൾ ഗ്രാഫ് പ്ലോട്ട് ചെയ്യേണ്ടത് L/T²ലാണ്. L/T² ഗ്രാഫാണ്. ഓക്കെ, അതിൽ L നമ്മൾ ഈ പറഞ്ഞ വാല്യൂസ് എടുക്കാം. നമുക്കൊരു 20, 40, 16 അങ്ങനെ പറഞ്ഞിട്ട് എടുക്കാം. അതേപോലെ തന്നെ T² ആയിട്ട് നമുക്ക് ഈ ഇട്ടിട്ട് നമുക്ക് ഗ്രാഫ് സിമ്പിളായിട്ട് വരയ്ക്കാന്നേ ഉള്ളൂ. നമുക്ക് മാക്സിമം പോയിന്റ് ഉൾക്കൊള്ളിച്ചുകൊണ്ട് നമ്മളൊരു സ്ട്രെയിറ്റ് ലൈൻ വരച്ച് കഴിഞ്ഞാൽ നമ്മൾ ഗ്രാഫ് ഫില്ലാവും. അത് നമ്മളിവിടെ പറയുന്നില്ല. ഓക്കെ, അത് സിമ്പിളായിട്ട് നമുക്ക് വരയ്ക്കാനുള്ളൂ. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മളെ സിമ്പിൾ പെൻഡുലം. നല്ല സിമ്പിളായിട്ട് തന്നെ നമ്മൾ എല്ലാ കാര്യങ്ങളും പറഞ്ഞ് തീർത്തിട്ടുണ്ട്. അപ്പോൾ ഇതിന് എല്ലാവർക്കും ഫുൾ മാർക്ക് തന്നെ കിട്ടും. ഈ രീതിയിലൊക്കെ ചെയ്താൽ മതി. പിന്നെ ക്വസ്റ്റ്യൻ അനുസരിച്ച് നമുക്ക് ചെറിയ മാറ്റം അങ്ങോട്ടും ഇങ്ങോട്ടും വരുത്തേണ്ടി വരും. അപ്പോൾ ഓക്കെ, അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ജസ്റ്റ് ഒന്ന് ലൈക്ക് ചെയ്ത് വയ്ക്കുക, പിന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. പിന്നെ നമ്മൾ ഇതിൽ ഈ പറഞ്ഞ പോലെ തന്നെ പ്രാക്ടിക്കൽ വീഡിയോസും കാര്യങ്ങളൊക്കെ നമ്മുടെ ചാനലിൽ വരുന്നതായിരിക്കും. അപ്പോൾ മറക്കാതെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം. താങ്ക് യു.